പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ 8ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ, അരുതാതെ വലഞ്ഞുപാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ, അരുതാതെ വലഞ്ഞുപാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. വിഭൂതി കൊണ്ട് ജ്വരമാറ്റി, ജ്വരം ആറ്റി, ഭസ്മം പൂശി ജ്വരം ശമിപ്പിച്ച് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ. മുന്നരിതാം എന്ന് പറഞ്ഞാൽ മുൻപ് ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത അത്ഭുത വൃത്തികൾ ചെയ്ത മഹാസിദ്ധനാണോ. അരുതാതെ വലഞ്ഞുപാടി, സഹികെട്ട് വലഞ്ഞ് കീർത്തനങ്ങൾ പാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ. ഔദരമാം നോവെന്ന് പറഞ്ഞാൽ ഉദരസംബന്ധമായ നോവ്, അതായത് വയറ്റുവേദന ശമിപ്പിച്ച സിദ്ധനാണോ ഈ അനുകമ്പാമൂർത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദ്യം ചോദ്യങ്ങൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന ശൈവസിദ്ധന്മാരായിരുന്ന തിരുജ്ഞാന സംബന്ധരെയും അപ്പരെയുമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. പാണ്ഡ്യരാജാവായിരുന്ന കുബ്ജപാണ്ഡ്യൻ ജന്മന കൂനുള്ളവനും അതുപോലെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുമുള്ള ഒരാളായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് അതികഠിനമായ ജ്വരം പിടിപെട്ടു. ചികിത്സകളൊന്നും ഫലിക്കാതെ രാജാവിൻ്റെ നില പരിതാപകരമായി തീർന്ന സന്ദർഭത്തിൽ തിരുജ്ഞാന സംബന്ധർ ഭസ്മം പൂശി രാജാവിൻ്റെ ജ്വരം ശമിപ്പിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ജന്മനാ കൂനനായിരുന്ന കുബ്ജപാണ്ഡ്യൻ്റെ കൂനും ആ മഹാസിദ്ധൻ മാറ്റിക്കൊടുത്തു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ശ്ലോകത്തിൻ്റെ 2ാം പകുതിയിൽ അപ്പർ എന്ന മഹാസിദ്ധനാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അപ്പർ സഹോദരി തിലകവതിയാരുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. അപ്പർ പ്രായപൂർത്തിയായ സമയത്ത് അദ്ദേഹം ജൈനമതം സ്വീകരിച്ചു. അത് ശിവഭക്തയായിരുന്ന സഹോദരിക്ക് സഹിക്കാൻ പറ്റിയില്ല. തിലകവതിയാർ ശിവനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും സഹോദരൻ്റെ ഈ മനമാറ്റം തിരുത്തി അവനെ ശിവഭക്തനാക്കി മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശിവൻ അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അപ്പരെ ശിവഭക്തനാക്കി തീർക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അത്രേ. നാളുകൾക്ക് ശേഷം അപ്പർക്ക് അതികഠിനമായ ഒരു വയറുവേദന അനുഭവപ്പെട്ടു. ചികിത്സകൾ ഒന്നും ഫലിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിലകവതിയാർ സഹോദരനെ ഭസ്മാഭിഷിക്തനാക്കി അടുത്തുള്ള ശിവക്ഷേത്ര നടയിൽ ഭജനമിരുത്തി. അങ്ങനെ അവിടെ ശിവസ്തോത്രങ്ങൾ പാടി ഭജനമിരുന്ന അപ്പരുടെ വയറുവേദന കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായി ഭേദമായി. അപ്പോൾ അത് ശിവൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് വിശ്വസിച്ച അപ്പർ ശിവഭക്തനായി മാറി എന്നാണ് ഐതിഹ്യം. പിൽക്കാലത്ത് അപ്പർ ശിവനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം സ്തോത്രകൃതികൾ രചിച്ചു. അങ്ങനെ സ്തോത്രകൃതികളുടെ രചനയിൽ അദ്ദേഹം പ്രാവീണ്യം നേടുകയും അറിയപ്പെട്ട
ഒരു പാടൽ രചയിതാവായി തമിഴ് സാഹിത്യത്തിൽ അടയാളപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഐതിഹ്യത്തെ പരാമർശിച്ചുകൊണ്ട് ശൈവ സിദ്ധന്മാരിൽ ചിലർ, ഇദ്ദേഹം മാത്രമല്ല, ഇനിയും മറ്റു ചില സിദ്ധന്മാരെ പറ്റി മാണിക്യവാചകർ, അതുപോലെ തിരുജ്ഞാന സംബന്ധർ, ഇങ്ങനെ കുറേ ഇദ്ദേഹത്തിൻ്റെ സമകാലീനന്മാരായ സിദ്ധന്മാരുണ്ടായിരുന്നു. അവരെക്കുറിച്ചും ഗുരു അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുൻ ശ്ലോകങ്ങളിൽ പരാമർശിച്ചത് ക്രിസ്തുമതത്തെയും അതുപോലെ ഇസ്ലാം മതത്തെയും ഒക്കെ പരാമർശിച്ചു. ആദ്യം ശ്രീകൃഷ്ണൻ, അത് വൈഷ്ണവ മതത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. പിന്നെ ബൗദ്ധമതത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ബുദ്ധനെ പരാമർശിച്ചത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ വന്നപ്പോഴേക്കും ശൈവസിദ്ധന്മാരെ, തുടർന്ന് വരുന്ന ശ്ലോകത്തിലും ശൈവസിദ്ധന്മാരെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മതാതീതമായ ഒരു ആത്മീയത ഉണ്ട് എന്നും ആ ആത്മീയതയിലാണ് കാരുണ്യത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ദർശിക്കാൻ സാധിക്കുന്നത് എന്നുമാണ് ഗുരു സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ ഒക്കെയും അനുകമ്പാമൂർത്തി എന്ന് പറഞ്ഞുകൂടെ എന്നുള്ള രീതിയിലും ഇവരൊക്കെയാണോ അനുകമ്പാമൂർത്തികൾ എന്നുള്ള രീതിയിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാമെന്ന് മുൻ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇത് ചോദ്യമായിട്ടും ഉത്തരമായിട്ടും തന്നെ നമുക്ക് ഈ ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കാം. എന്നാൽ ഇതൊന്നുമല്ല അനുകമ്പാമൂർത്തിയുടെ സാക്ഷാൽ സ്വരൂപം, ഇതിനെല്ലാം അപ്പുറത്ത് ജ്ഞാന സ്വരൂപതയാണ് എന്ന കാര്യം ഗുരു സമർത്ഥിക്കുന്നുണ്ട്. അത് അവസാന ശ്ലോകത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫലശ്രുതിയിൽ അത് വളരെ വിശദമായിട്ട് തന്നെ ഗുരു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.